പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ദിവബലിയുടെ സമയത്ത് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം ധ്യാനിച്ചപ്പോൾ ഏതാനും കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ വന്നു. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 16-13 മുതൽ വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൈസറിയ ഫിലിപ്പിയിൽ വച്ച് യേശുനാഥൻ അപ്പസ്തോലന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ശിമയോൻ പത്രോസ് മറ്റ് 11 പേരുടെയും സാന്നിധ്യത്തിൽ അവിടെ നാമത്തിൽ യേശുവിനോട് കൊടുക്കുന്ന ഉത്തരം ആണ്, എന്ത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ഈ പ്രഘോഷണം ആണ്, ഈ വിശ്വാസ പ്രഘോഷണമാണ് നമുക്കറിയാം ശിമയോനെ പത്രോസാക്കി മാറ്റിയത്. അവന്റെ പേര് ശിമയോൻ എന്നായിരുന്നു, യോനായുടെ പുത്രനായ ശിമയോൻ. അത്രമാത്രം ഒരു വ്യതിയാനം അവനുണ്ടായി. ഒരു പക്ഷെങ്കിൽ വിശ്വാസത്തിൽ ഉറപ്പില്ലായിരുന്ന, ദൈവസ്നേഹത്തിൽ ആഴം കുറവായിരുന്ന പത്രോസ് ആ ഉത്തരം പറഞ്ഞപ്പോൾ അവൻ പാറയായി മാറി. എന്നിട്ട് അത് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും. ഞാൻ അതേ സംബന്ധിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട് സങ്കീർത്തനം 62 ഈ ശില, ഈ പാറ ദൈവമാണ്. നമ്മൾ വായിക്കാണ് സങ്കീർത്തനം 62 വചനം 6 മുതൽ ഞാൻ വായിച്ചോട്ടെ. അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും. അഭയശില. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എന്റെ മോചനവും മഹിമയും ദൈവത്തിൽ ആണ്. എന്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഹല്ലേലൂയ. വ്യക്തമായിട്ട് സങ്കീർത്തനത്തിലൂടെ പറയുന്നു, ദൈവമാണ് ആ അഭയശില. എല്ലാത്തിലും ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ദൈവത്തിലാണ്. ഈ ദൈവമാണ് നമുക്കറിയാം യേശുക്രിസ്തുവായിട്ട് മനുഷ്യാവതാരം ചെയ്തത്. അപ്പോൾ യേശുവാണ് നമ്മുടെ അഭയശില. ഇനിയും അല്പം കൂടി ഞാൻ ദീർഘമായിട്ട് പറയട്ടെ. പറഞ്ഞത്, ഞാൻ സഭ സ്ഥാപിക്കുന്നു. കനിഷ്വാട്ട സഭയുടെ നേതൃത്വം ഏൽപ്പിച്ചത് ആ കർത്താവിനെ ഏറ്റുപറഞ്ഞ, വ്യത്യസ്തനായി മാറിയ, യഥാർത്ഥ രൂപാന്തരീകരണം വന്ന പത്രോസിന്റെ ആ നേതൃത്വത്തിലാണ് സഭ സ്ഥാപിക്കുന്നത്. എക്ലേശിയ, സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന് നമ്മൾ സാധാരണ പറയും. ഞാൻ അല്പം കൂടി കടത്തി പറയുകയാണ്, അത് ശിഷ്യരുടെ കൂട്ടായ്മ ആണ്. കർത്താവ് ആഗ്രഹിച്ചത് അതാണല്ലോ. അപ്പസ്തലന്മാരോട് പറഞ്ഞു, ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രഘോഷിച്ച് അവരെ ശിഷ്യപ്പെടുത്തുക എന്നാണ്, ജ്ഞാനസ്ഥാനം കൊടുത്തുകൊണ്ട്. അപ്പം ശിഷ്യരുടെ കൂട്ടായ്മയാണ്. ആ ശിഷ്യത്വത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. എപ്രകാരമാണ് പാറ പോലെ ഉറച്ചു ധരിക്കണം ഈ ശിഷ്യരുടെ കൂട്ടായ്മ.
അഥവാ തിരുസഭ എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് വായിച്ചോട്ടെ. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇനിയും അതിനുശേഷം പറയാണ്, എപ്രകാരം അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്ത് ആളുകൾ മുന്നോട്ട് പോയി, എന്നാൽ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അത്ഭുതങ്ങളോ അടയാളങ്ങളോ സക്രിയകളോ ഒന്നുമല്ല ശിഷ്യത്വത്തിന്റെ അടയാളം. പിന്നെന്താണ്? അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുക. എന്താണ് അവിടുത്തെ ഹിതം? വ്യക്തമായിട്ട് 1 തെസ്സലോണിയൻസ് അധ്യായം 4:3 പറയുന്നു, നമ്മുടെ വിശുദ്ധീകരണമാണ് അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ നമ്മളെ പറ്റിയുള്ള പദ്ധതി. ദിസ് ഈസ് ഗോഡ്സ് വിൽ, യുവർ ഹോളിനെസ് ഓഫ് ലൈഫ്. അപ്പം ഇതിലാണ് ഉറപ്പിച്ചിരിക്കേണ്ടത്. അപ്പോൾ അതില്ലാതെ കണ്ട് നമ്മൾ ഏതെല്ലാം പ്രാർത്ഥനകൾ, അർച്ചനകൾ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്താലും കർത്താവ് നമ്മോട് പറയും, ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല. ഇതെല്ലാം നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ആശ്രയിച്ചുകൊണ്ട്, നിങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട്, നിങ്ങളുടെ മഹിമയ്ക്കും നിങ്ങളുടെ പേരിനും കീർത്തിക്കും പണം ഉണ്ടാക്കലിനൊക്കെ വേണ്ടിയാണ്. ഞാനുമായിട്ട് ബന്ധമുണ്ടായി, ഞാനല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന്. അതിനുശേഷം 24 മുതൽ വചനം ഞാൻ വായിക്കട്ടെ. മത്തായി 7:24. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവയെ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം, പലപ്പോഴും കത്തോലിക്കർ, ഞാൻ ബ്രാക്കറ്റിലാണ് കത്തോലിക്കർ എന്ന് പറയുന്നത്, അത് കത്തോലിക്ക ഡിനോമിനേഷൻ, കത്തോലിക്ക സമൂഹം. നമുക്കറിയാം, ക്രിസ്ത്യാനികൾ മുഴുവൻ വിഭജിച്ച് വിവിധ ഡിനോമിനേഷൻ സമൂഹങ്ങളായിട്ട് മാറി. സഭകൾ എന്ന് പറയുന്നു ഞാൻ പറയാ, അല്ലെങ്കിൽ വിവിധ സൊസൈറ്റികളായിട്ട് മാറി. അതിലൊന്നായി കത്തോലിക്ക സഭയും. ഞാനീ പറയുന്ന കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ റോമാസഭയല്ല നേരിട്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെയോ കാതോലികമായ, ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചിരിക്കുന്ന യേശുവിന്റെ ശിഷ്യൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ആ ശിഷ്യനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണം പാറയായിരിക്കണം. എങ്ങനെ? ദൈവഹിതം ചെയ്തുകൊണ്ട്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 7-ാം അധ്യായം മുഴുവൻ ഇടുങ്ങിയ വാതിലൂടെ പോകണം, കുരിശെടുക്കണം, വെറുതെ കർത്താവിന് വിളിച്ചാൽ പോരാ, കസരത്ത് നടത്തിയ പോരാ. പിന്നെയോ വിശ്വാസം ജീവിതത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. ദൈവഹിതം, വിശുദ്ധിയിൽ ജീവിക്കുക, യേശുവിനോട് ഐക്യപ്പെടുകയാണ് ജീവിത വിശുദ്ധി എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് സ്ഥാപിച്ചു തരുന്നത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു. റോമ 5:5. അപ്പൊ ഈ സ്നേഹത്തിലൂടെ യേശുവുമായി ഒന്നായി ഐക്യപ്പെടലാണ് യഥാർത്ഥ വിശുദ്ധ ജീവിതം. അതിനാണ് സ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത്. റോമ അധ്യായം 6:3. അവിടുത്തോടുകൂടി പാപത്തിൽ എന്ന് മരിക്കാനും നമ്മൾ സംസ്കരിക്കപ്പെടാനും ആത്മാവിൽ ഉയർക്കപ്പെടുവാനുമാണ് ജ്ഞാനം സ്വീകരിച്ചത്. അപ്പോൾ പാപത്തോട് മരിച്ചവരും പാപം അടക്കിയവരുമാണ് നമ്മൾ. പിന്നെയോ പരിശുദ്ധാത്മാവിടെ ഇന്നും ഉയർത്തു ജീവിക്കുന്നവർ. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്നിച്ചു കൂട്ടിയുള്ളതാണ് സഭ. നമ്മൾ 1 കൊറിന്തോസ് അധ്യായം നമ്മൾ 12 വളരെ വ്യക്തമായിട്ട് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് നിങ്ങൾ പറയുന്ന ആ വാക്ക്, 12-ാം അധ്യായം 27-ാം വചനം ഒരിക്കലും നമ്മൾ മറക്കരുത്. സഭ എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സഭ എപ്രകാരം പാറയായിരിക്കുന്നു. അപ്പൊ പത്രോസ് എന്ന വ്യക്തിയെ മാത്രമല്ല കർത്താവ് പാറ എന്ന് ഉദ്ദേശിച്ചത്. പിന്നെയോ അവനിൽ വിശ്വസിച്ച് ആ വിശ്വാസം പ്രഘോഷിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് ലോകത്തിൽ നിന്നും മാറി വിശുദ്ധിയിൽ ജീവിക്കുക, അവിടുത്തോട് ഐക്യപ്പെട്ട് അവിടുത്തെ സദൃശ്യത്തിൽ വളർന്നുകൊണ്ട് ജീവിക്കുക. അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്.
നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ അധ്യായം 12:27. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയാണോ എങ്കിൽ നമ്മൾ ആ കത്തോലിക്ക സഭ എന്ന വാക്കിൽ, അതായത് റോമാസഭ എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന സത്യസഭയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ആ പത്രോസിനെ പോലെ തയ്യാറാവുക. അതിനുശേഷമാണല്ലോ പീഡാനുഭവത്തെ പറ്റി ഈശോ പറയുന്നതും. അപ്പോൾ എന്നെക്കൊണ്ട് സാധ്യമല്ല, അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്നതും, സാത്താനെ ദൂരെ മാറിപ്പോകും എന്ന് പറഞ്ഞ കർത്താവ് ശാസിച്ചതും, നീ ചിന്തിക്കുന്നത് ദൈവികമല്ല മാനുഷികമാണ് എന്ന്. അപ്പോൾ നമുക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, കുരിശെടുക്കേണ്ടി വരും, ഇടുങ്ങിയ വഴിയിലൂടെ പോകണം. എപ്പോഴും ആ വിശുദ്ധി പാലിച്ചുകൊണ്ട് യേശുവിനോട് ഐക്യപ്പെട്ട ആ വിശുദ്ധ ജീവിതത്തിലൂടെ അവരാണ് യഥാർത്ഥത്തിൽ സഭയിലെ അംഗങ്ങൾ. മാമോദിസ സ്വീകരിച്ച പള്ളിയിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ എണ്ണം ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കത്തോലിക്കർ ആവില്ല, അല്ലെങ്കിൽ അത് പാറയിൽ സ്ഥാപിച്ച സഭയാകില്ല. നാം പാറയായി മാറണം. അതാണ് അത് ശിഷ്യത്വത്തിൽ ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണമേ. നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട്. അതായത് സാമുവേലിന്റെ 2-ാം പുസ്തകം, സാമുവേൽ 2-ാം പുസ്തകം 23:3 പറയുന്നു എന്ത്? അതായത് വചനം, യേശുക്രിസ്തു വചനം മാംസമായതാണല്ലോ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മോടൊത്ത് വസിച്ചു. അപ്പോൾ ഈ വചനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കൂ, 23:3 2 സാമുവേലില് ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കുന്നു. ഇസ്രായേലിന്റെ ഉന്നത ശിര എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. ഉന്നത ശിര വീണ്ടും നമുക്ക് കാണുകയാണ്. അതായത് കല്ലെന്ന് പറയുന്നത് പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്, ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നോട് കല്ല് സംസാരിച്ചു എന്ന്. ഹല്ലേലൂയ. അത് മറ്റു മരങ്ങളിൽ കല്ലും മണ്ണും ആരാധിക്കുന്നവരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അത് പാറയാണ്. ഈ പാറ എന്നോട് സംസാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് 1 യോഹന്നാൻ അധ്യായം 1 വചനം 1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 1:1 മറക്കരുത്. അപ്പോൾ ആ ദൈവമാകുന്ന ആ പാറയിൽ ഉറച്ചിരിക്കുന്നവർ, ആ പാറയിലാണ് കർത്താവിന്റെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുന്നതും. ആ പാറയാണ് ഒരു ക്രിസ്ത്യാനിയെ നയിക്കുന്നത്. ആ പാറയിലായിരിക്കണം കാലുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഭൂമി കുലുങ്ങിയേക്കാം, ആകാശം വെടിഞ്ഞു വീണേക്കാം, മഴ പെയ്തേക്കാം, കൊടുങ്കാറ്റുണ്ടായേക്കാം. പക്ഷേ നമ്മൾ ഈ പാറയിലാണ് നമ്മുടെ ജീവിതമാകുന്ന ഭവനം പണിതിരിക്കുന്നത് എങ്കിൽ തകരില്ല, അത് മുന്നോട്ട് തന്നെ പോകും. ഇതാണ്. മാത്രമല്ല, ആ അവകാശങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നിറയും. പിശാചിനെ ഓടിക്കാൻ പറ്റും. എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. നിനക്ക് പിശാചിന്റെ പ്രശ്നമുണ്ടാകും. അതിനൊരു അച്ഛൻ്റെ അടുക്കലും പോകേണ്ട ആവശ്യമില്ല, കൗൺസിലർ അടുക്കൽ പോകേണ്ട, നിനക്ക് തന്നെ ശാസിക്കാൻ സാധിക്കും. നമ്മൾ വായിക്കുന്നില്ലേ മർക്കോസ് 16:27, മർക്കോസ് 17, എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. നിനക്ക് ഏതെങ്കിലും പൈശാച ബന്ധം തോന്നുവോ? യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ഒരു കുരിശും കൂടെ ശരീരത്ത് വരച്ചുകൊണ്ട് ഞാൻ നിന്നോട് ശാസിക്കുന്നു, പുറത്തു പോകുമെന്ന് പറയൂ. വേദനയും സങ്കടവും വിഷമം എല്ലാം വരുമ്പോൾ ശാസിക്കാം. നിനക്ക് അതിനുള്ള അധികാരമാണ് കർത്താവ്. കെട്ടാനും അടിക്കാനുള്ള അധികാരം ഈ ഓരോരുത്തർക്കും നമുക്കുണ്ട്. അത് മറ്റുള്ളവരുടെ മേൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് പെർമിഷൻ വേണം, ബിഷപ്പിന്റെ പെർമിഷൻ, അച്ഛന്റെ പെർമിഷൻ ഒക്കെ വേണ്ടത്. നമുക്ക് സ്വന്തമായി നമ്മളിലായിരിക്കുന്ന ബലഹീനതകളെ ശാസിക്കാൻ, നമ്മുടെ പൈശാചിക ബന്ധനങ്ങളെ ശാസിക്കുവാൻ, രോഗങ്ങളെ ശാസിക്കാൻ നമുക്ക് അധികാരം ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് അതുകൊണ്ടാണ് ഈ ധ്യാനത്തിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത്. നിങ്ങൾ പരസ്പരം കൈവച്ച് പ്രാർത്ഥിക്കൂ, അധികാരം ഉപയോഗിക്കൂ. പക്ഷേ ഈ അധികാരം ഉണ്ടായിരിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും പാറമേൽ അത് ഉറച്ചിരിക്കുന്ന ഒരു ജീവിതം ആയിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ ഞാനിത് വ്യക്തമായിട്ട് പറയുകയാണ്. കാരണം പലപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ കത്തോലിക്ക സഭയെ പറ്റി അധിക്ഷേപിക്കാറുണ്ട്. എന്നിട്ട് പറയും പത്രോസിനെ മേ പണിതല്ല എന്ന്. എന്തുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞു എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയാലേ
അതിന്റെ മുഴുവൻ ഗ്രഹിക്കാൻ കഴിയൂ. പത്രോസ് ഏറ്റു പറഞ്ഞു. നീയും അവിടുത്തെ ഏറ്റു പറയുന്നുണ്ടോ? വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും നീയും ഒരു പാറയായി മാറുന്നു. നിന്റെ പേര് ജെയിംസ് എന്നായിരിക്കാം, ചാക്കോ എന്നായിരിക്കാം, മറിയ എന്നായിരിക്കാം, അന്ന എന്നായിരിക്കാം. നീ യേശുവിനെ അത് വിശ്വസിച്ച് അവിടുത്തെ സ്നേഹത്തിൽ അവിടുത്തെ വചനങ്ങൾ പാലിച്ചുകൊണ്ട്, വചനം പാലിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പാലിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ അങ്ങനെയാണോ നീ എങ്കിൽ നീ ഒരു പത്രോസാണ്, നീ ഒരു പാറയാണ്. ഹല്ലേലൂയ. നീ ഒരു പക്ഷെങ്കിൽ ഒരു അന്നയായിരുന്നു, നീ ഒരു സന്തോഷായിരുന്നു, ഒരു പക്ഷെ നീ ഒരു ചാക്കോ ആയിരുന്നു, നീ ഒരു മറിയായിരുന്നു, നീ ഒരു എലിസബത്തായിരുന്നു. ഇതാ നീ കർത്താവിനെ ആഴമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞവന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നീ ഒരു പാറയാണ്. ആ പാറ ആ പത്രോസിനോട് ചേർന്നുകൊണ്ട് ഒന്നായിത്തീരുന്നു. ഇതാണ് സഭ എന്ന് പറഞ്ഞ പാറമേൽ. ഈ പാറമേൽ നമുക്ക് ഈ നാളുകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, സഭയ്ക്കെതിരായ ശത്രുക്കൾ തല ഉയർത്തുന്ന ഈ അവസരത്തിൽ നമ്മൾ വളരെ മനോഹരമായി ചിന്തിക്കേണ്ട ഒരു ചിന്താഗതിയാണിത്. അപ്രകാരം നമ്മൾ പാറയാണോ? ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഈ തകർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, തകർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെ കുറച്ചുപേരെ കാണും. അവരെയാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട വംശം, യേശുവിന് സ്വന്തം എന്ന് പറയുന്നത്. അതിൽ പെടാനായിട്ട് പരിശ്രമിക്കൂ. അവശേഷിക്കപ്പെട്ട ഗണമെന്ന് പറയുന്നത്, അതായത് ഈ സഹനങ്ങളെല്ലാം സഹിച്ചാലും ഈ പാറയിൽ കാലുറപ്പിച്ചിരിക്കുന്നത്, അല്പം പോലും കാല് വഴുതി പോകാതെ ആ യേശുവിനെ മുഖാമുഖം ഈ ലോകത്ത് വെച്ച് തന്നെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും കണ്ടുകൊണ്ട്, അവിടുത്തെ വചനങ്ങൾ ബുദ്ധിമുട്ടാണ്, ഇടുങ്ങിയ വഴിയാണ്, കുരിശിലക്കലാണ്, കർത്താവെ എന്ന് വിളിക്കുന്നതല്ല. ജീവിതത്തിൽ യേശുവിനെ സ്വന്തമാക്കുക, യേശുവിനോട് താതാത്മ്യം പ്രാപിക്കുക, രൂപാന്തരപ്പെടുക. റോമ 8:29. നമ്മൾ അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ. അപ്പോൾ ഈ മാറ്റം ഓരോ ദിവസവും സംഭവിക്കണം. കർത്താവ് പറഞ്ഞ ഒരു വാക്ക് അനുദവിക്കൂ. അത് വലിയൊരു അർത്ഥമുള്ള വാക്കാണ്. രൂപാന്തരീകരണം പരിശുദ്ധാത്മാവിലൂടെ. 2 കൊരിന്ത്യർ 3:16. ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മാവ് അവനെ നന്മയിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് ഒക്കെ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തും. ഈ രൂപാന്തരീകരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഈ പാറയോട് ചേർന്നിരിക്കുക. ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതും പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നതും. അല്ലാതെ ഒരു സമൂഹത്തോട് ചേർന്ന് അല്ല. അതായത് റോമ കീഴിൽ ഉള്ള ഒരു സഭ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം, അതല്ല കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം. ഈ സഭ, അതായത് പാറമേലുറച്ച സഭ, ഒരു പക്ഷേ എല്ലാ സമൂഹത്തിലും പ്രൊട്ടസ്റ്റന്റുകാരുടെക്കും കത്തോലിക്കരുടെക്കും മർത്തോമാക്കാരുടെക്കും യാക്കോബക്കാരുടെക്കും ഓർത്തഡോക്സുകാരെല്ലാം അടക്കമുണ്ട്. അപ്പൊ ഈ സഭ ഒരു പക്ഷേ നമ്മുടെ നയനങ്ങൾ കൊണ്ട്, കണ്ണുകൊണ്ട് കാണത്തില്ല. അതിന് ഉപരിയാണ്. ആരൊക്കെയാണ് അത് കാണുന്നവൻ? ഇതിന്റെ എല്ലാം തലവനായ, സഭയുടെ തലവനായ ശിരസ്സായ യേശുക്രിസ്തുവാണ്. ആരാണ് ഈ പാറയായിരിക്കുന്നത്? പത്രോസിനോട് ചേർന്നുകൊണ്ട് അവരാണ്. ആദ്യമേ ഈ 12 അപ്പസ്തോലന്മാരായിരുന്നു. പിന്നീട് അതിനെ തുടർന്ന് ആദിമസഭയിലെ ശിഷ്യർ. പിന്നെ എപ്പോഴും ഉണ്ട് ആളുകൾ അപ്രകാരം യേശുവിനെ ഏറ്റുപറഞ്ഞ് വചനങ്ങൾ പാലിച്ച് പാറയായി ജീവിക്കുന്നവർ. അവരെയൊക്കെ നമ്മൾ വിശുദ്ധർ എന്ന് പറയും. ഈ ലോകത്തിലാണെങ്കിലും മനഃക്ഷേണമാണെങ്കിലും. അപ്പോൾ ആ വിശുദ്ധരാകാൻ അതാണ് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പാറയാണ്. അപ്പോൾ നമുക്ക് ഈ അധികാരങ്ങളുണ്ട്, കൃപകളുണ്ട്, അനുഗ്രഹങ്ങൾ ഉണ്ട്. ഈ പാറയുടെ മേൽ പിശാചിന് അധികാരമില്ല. നരക കവാടം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഓർക്കണം, സഭയ്ക്കെതിരായിട്ടാണ് നരക കവാടങ്ങൾ ബാധിക്കാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓർക്കും, കത്തോലിക്കർ പ്രാർത്ഥിക്കുന്നു, കുർബാന ചെല്ലുന്നു, കുമ്പസാരിക്കുന്നു, എല്ലാം ചെയ്തിട്ടും എന്തേ കത്തോലിക്കരെ പീഡിപ്പിക്കുന്നു? 6ാം നൂറ്റാണ്ടിൽ ചോദിച്ച ചോദ്യം, പൗലോസിനോട് ചോദിച്ച ചോദ്യം തന്നെ ഇന്നും നമ്മളും ചോദിച്ചു പോകുന്നു. അപ്പൊ കർത്താവിനും മറുപടിയുണ്ട്. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് നിനക്ക് ഞാനുമൊരു ബന്ധമുണ്ടോ? നീ ഏറ്റുപറയുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? എന്റെ കൽപ്പന പാലിക്കുന്നുണ്ടോ? ഞാനാകുന്ന ശിലയിൽ, ഞാനാകുന്ന പാറയിൽ നീ ഒരു പാറയാണോ?
ആ പാറയോട് കൂട്ടി യോജിപ്പിച്ചവനാണോ യോജിപ്പിച്ചവളാണോ നീ എങ്കിൽ നരക കവാടങ്ങൾ ഒന്നും ചെയ്യില്ല. ഹല്ലേലൂയ. മാത്രമല്ല നരക കവാടങ്ങളെ തകർക്കാനും ഇടിച്ചക തകർത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും നിനക്ക് ധൈര്യപൂർവ്വം സാധിക്കും. നിനക്ക് ആത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ കരങ്ങൾക്ക് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ഈ കാലഘട്ടങ്ങൾ മോശമാണ്, നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ ആശീർവദിക്കുന്നു. കാര്യമുള്ള കർത്താവ് ഈ സന്ദേശം കേട്ട ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആഴമായൊരു മനസ്സിലാക്കാനും യേശുവാകുന്ന പാറയിൽ പത്രോസ് എപ്രകാരം കാലുറപ്പിച്ചു, അഥവാ ഈ 2025 വർഷക്കാലം ആരൊക്കെ കാലുറപ്പിച്ചു അവരെ പോലെ കാലുറപ്പിച്ചുകൊണ്ട് വചനം പാലിച്ചുകൊണ്ട് ശിഷ്യത്വത്തിൽ മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കുക കർത്താവേ. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരും അങ്ങനെ വിശുദ്ധരും അങ്ങനെ സ്വന്തവുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്രകാരമുള്ളവരുടെ എണ്ണം ധാരാളമായി വർഷിക്കട്ടെ. എന്നെ ശ്രമിക്കുന്ന ഇവരോരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിച്ച് ഞാനിപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.